നർമ്മദാപൂരിന്റെ ദാഹിക്കുന്ന ഗ്രാമം. വെള്ളം കറുപ്പായിരുന്നപ്പോൾ മുന്നി ജലദേവതയായി മാറി അവിടെ ചെയ്തു അത്ഭുതം. വെള്ളത്തിന്റെ ആഴത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ അനുഗ്രഹം വാങ്ങി. മൂടിയിൽ നിന്നും നീലക്കല്ലിനെ അവൾ മോചിപ്പിച്ചു. വെള്ളം വൃത്തിയുള്ളതായി മാറി പശ്ചിമയും നിറഞ്ഞു. പിന്നെ മുന്നി ഇപ്പോഴും വെള്ളത്തിനെ രഹസ്യമായി രക്ഷിക്കുന്നു. നർമ്മദാപൂരിന്റെ ചെറിയ ഗ്രാമത്തിൽ നേരം വെളുക്കുകയാണ്. ഗ്രാമം ശാന്തമായി പശ്ചിമ നിറഞ്ഞതായി പ്രകൃതിയുടെ വളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഗ്രാമത്തിന്റെ കുളം ഇപ്പോൾ മുൻപത്തെ പോലെ വൃത്തിയില്ല. അതിന്റെ വെള്ളം വൃത്തിയില്ലാതെ കറുത്തിരിക്കുകയാണ്. ശംഭു നദിക്കരയിൽ മീൻ പിടിക്കുന്ന വല കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ആ വല വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വലിച്ചു. പക്ഷെ അതിൽ മീനിന് പകരം കറുത്ത് അഴുക്കു പിടിച്ച ഒരു വസ്തു ഇരിക്കുകയായിരുന്നു. ഏത് പ്രശ്നമാണിത്? ഈ കുളത്തിന്റെ വെള്ളം ദിവസം തോറും കറുത്തുകൊണ്ടേ തന്നെ പോകുന്നു. ഇതിലെ ഓരോ മത്സ്യം കൂടെ ഇല്ല. ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഏത് കഴിക്കാനാ? അപ്പോഴാണ് ബ്രിജു അവിടെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നത്. അദ്ദേഹം വെള്ളത്തിനെ നോക്കി എന്നിട്ട് ദീർഘശ്വാസം വലിച്ചു. പാടത്തിന്റെ അവസ്ഥ ഇതിനേക്കാളും മോശമായിട്ടിരിക്കുന്നു ശംഭു. ഈ വെള്ളത്തിനെ പാടത്തിലേക്ക് ഇട്ടതും ചെടികളൊക്കെ ഉണർന്നു പോകുന്നു. ഇതിനെ കാണുമ്പോൾ വെള്ളത്തിലെ വിഷം കലർന്നതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ വിഷം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഫാക്ടറിയും ഇല്ല, കുപ്പകളും ഇല്ല. ഇത് പ്രകൃതി കാരണം നടക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. രണ്ടുപേരും സങ്കടത്തോടെ കരയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. മറ്റൊരു വശത്തെ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ മരത്തിനടിയിൽ എല്ലാരും കൂടി ഒന്നിച്ചിരുന്നുകൊണ്ട് ഗ്രാമത്തിന്റെ പഴയ രേഖാചിത്രം നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു പെണ്ണ് ദൂരെയുള്ള കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നത്. അവളാണ് നമ്മുടെ മുന്നി. മുന്നി ഈ ഗ്രാമത്തിലെ ഗോൾഡ് മെഡലിസ്റ്റ് സ്വിമ്മർ. അവൾ കാണാൻ വളരെ ചെറിയവളാണെങ്കിലും അവളുടെ സ്വപ്നം വളരെ വലുതായിരുന്നു. മുന്നി നോക്കി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കിണറിലെ വെള്ളം അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് അവൾ അവിടേക്ക് വന്നത്. എന്നിട്ട്, മുത്തച്ഛ, നമുക്കൊന്നും ചെയ്യാനാവില്ലേ? ആ കുളം നമ്മുടെ ജീവനെ പോലെയാ. ഒരുപക്ഷെ അത് നശിച്ചാൽ നമ്മുടെ ഗ്രാമം നശിച്ചു പോകും. മുത്തച്ഛൻ നിവർന്നു നോക്കി. അദ്ദേഹം ആ രേഖാചിത്രത്തിൽ ആ കുളത്തിന് നടുക്കുള്ള സ്ഥലം കാണിച്ചു. പ്രശ്നം വെള്ളത്തിലല്ല മോളെ, വെള്ളത്തിന്റെ ആഴത്തിലാണ് പ്രശ്നമിരിക്കുന്നത്. എന്റെ പൂർവികൾ പറഞ്ഞ കഥയിൽ കേട്ടിട്ടുണ്ട്. അതായത് ആ കുളത്തിന്റെ താഴെ ഒരു നീല കല്ലുണ്ട്. അതാണ് വെള്ളത്തിനെ ശുദ്ധമായിട്ട് വെച്ചോളും. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ആ കല്ല് മണ്ണ് കൊണ്ട് മൂടിയിട്ടുണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് അത് ചെന്ന് വൃത്തിയാക്കിക്കൂടാ? ആഴം ഒരുപാട് അധികമാണ് മുന്നേ. ഈ മനുഷ്യനെ കൊണ്ടും അത്ര സമയം മൂച്ചടക്കാൻ പറ്റില്ലായിരുന്നു. അത്ര താഴെ പോകുന്നത് സാധ്യമല്ലാത്ത കാര്യം. ആ മരത്തിനടിയിൽ ഉണ്ടായിരുന്നവർ എല്ലാരും അത് കേട്ട് ആകെ വിഷമത്തിലായി. അവരുടെ കൺമുന്നിൽ തന്നെ ഗ്രാമത്തിലെ കുളത്തിലെ വെള്ളം പതുക്കെ പതുക്കെ ചീത്തയാകുന്നത് അവർ കണ്ടു. അന്ന് വൈകുന്നേരം തന്നെ കുളത്തിനരികിൽ മുന്നിൽ തനിയെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് ആ കുളം രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. പക്ഷെ അവൾക്ക് ആ കുളത്തിനോടൊപ്പം എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നി. അവൾ തന്റെ കാൽ ആ വെള്ളത്തിൽ വെച്ചു. വെള്ളത്തിൽ അവൾക്ക് എന്തോ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. അത് അവളോട് സഹായം ചോദിക്കുന്നത് പോലെ. മുന്നി തന്റെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് പതുക്കെ ആ കുളത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാനായാൽ, ആഴത്തിലേക്ക് ചെല്ലാനുള്ള ആ ശക്തി എനിക്ക് കിട്ടുകയാണെങ്കിൽ, ആ കല്ല് എനിക്ക് കാണാൻ സാധിച്ചാൽ എത്ര നന്നായിരിക്കും. എന്റെ ഗ്രാമത്തിലെ ജനങ്ങൾ വിഷമത്തിലാണ്. പെട്ടെന്ന് കുളത്തിന് നടുക്ക് ഒരു ചെറിയ നീല വെളിച്ചം കാണാൻ സാധിച്ചു. മുന്നി ഞെട്ടി എണീറ്റ് നിന്നു. അവൾക്ക് ആ വെളിച്ചം തന്നെ വിളിക്കുന്നത് പോലെ തോന്നി. എന്താണത്? അതായിരിക്കുമോ ആ നീലക്കല്ല്? ഇതിനെക്കുറിച്ചായിരിക്കും മുത്തച്ഛൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം. മുന്നി ആ പ്രകാശം വീശുന്ന ദിശയിലേക്ക് തന്റെ കൈ പതുക്കെ നീട്ടി. അടുത്ത ക്ഷണം തന്നെ പെട്ടെന്ന് ആ വെളിച്ചം അവളെ തന്നിലേക്ക് വലിച്ചെടുത്തു. മുന്നി കണ്ണു തുറന്നപ്പോൾ അവൾ ആ വെള്ളത്തിനകത്തുള്ള ഒരു പഴയ ക്ഷേത്രത്തിലായിരുന്നു. ആ ക്ഷേത്രം എല്ലാ ദിശയിലും തുറന്നതായിരുന്നു. എന്നാലും അതിനകത്ത് തീരെ വെള്ളം വന്നില്ല. അവൾ മുന്നിലേക്ക് നോക്കി. അവിടെയുള്ള ദേവി ശില്പത്തിനു മേലിൽ ഒരുപാട് മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. മുന്നി അതിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ദേവി ശില്പത്തെ തന്റെ കൈ കൊണ്ട് അവൾ വൃത്തിയാക്കാൻ തുടങ്ങി. അതിനുശേഷം അവൾ മുട്ടുകുത്തി താഴേക്കിരുന്നു. നല്ല മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ജലദേവതയെ എനിക്ക് ശക്തി തരൂ. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും കേൾക്കുന്നില്ല.
ഞങ്ങളുടെ ഗ്രാമത്തിലെ വെള്ളം രക്ഷിക്ക്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴാണ് ആ ശില്പം പതുക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. മുന്നി, നിന്റെ ചിന്ത മഹത്വമുള്ളതാണ്. പക്ഷേ വെള്ളത്തിന്റെ രക്ഷകനായി മാറാൻ നീ നിന്റെ അകത്തുള്ള മനുഷ്യത്വം പാതി കൈവെടിയേണ്ടതാണ്. ഇതിന് നിനക്ക് സമ്മതമാണോ? തീർച്ചയായും ദേവി. എന്റെ ഗ്രാമത്തിലെ ജനങ്ങളെ രക്ഷിക്കാനായി എന്തിനും ഞാൻ തയ്യാറാണ്. കുളത്തിലെ വെള്ളം ഉയർന്ന് മുനിക്ക് ചുറ്റിലും ചുറ്റി വരാൻ തുടങ്ങിയിരുന്നു. അവൾ പതുക്കെ പതുക്കെ കാറ്റത്ത് മുകളിലോട്ട് വരാൻ തുടങ്ങി. അവളുടെ കാലുകളിൽ നിന്നും ഒരു പ്രകാശമുണ്ടായി. ആ 2 കാലുകളും ഒന്നിച്ചു ചേർന്നു. അതൊരു വലിയ മത്സ്യത്തിന്റെ വാല് പോലെ മാറി. അവളുടെ ശരീരമൊക്കെ വല്ലാതെ തിളങ്ങാൻ തുടങ്ങിയിരുന്നു. മുന്നി ഭാരമില്ലാത്തവളായും ശക്തി ആർജിച്ചവളായും കാണാൻ തുടങ്ങി. ഇത് വലിയൊരു അത്ഭുതമാണ്. എനിക്ക് വളരെ ശക്തിയുള്ളതായി തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ആഴത്തിലേക്ക് ചെല്ലാനാകും. അവൾ വളരെ എളുപ്പത്തിൽ ആഴത്തിലേക്ക് ചെന്നു. അടുത്ത ദിവസം രാവിലെ ശംഭുവും പൃജുവും ശംഭുവിന്റെ ഇടുപ്പിൽ ഒരു നീളമുള്ള കയറ് കെട്ടി. മുത്തച്ഛൻ വളരെ വിഷമിക്കുന്ന മുഖത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ശംഭു ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് ആ അഴുക്ക് വെള്ളത്തിലേക്ക് ചാടി. ശ്രദ്ധിച്ച് ഇരിക്കണേ ശംഭു, താഴെ ഒരുപാട് ഇരുട്ടായിട്ടുണ്ടാവും. ശംഭു ഒരുപാട് ശ്രമിച്ചു നോക്കി. വെള്ളത്തിനകത്ത് ആഴത്തിലേക്ക് ചെല്ലാനായി. പക്ഷെ അവന് ശ്വാസം ഒരുപാട് സമയം വരെ അടക്കി പിടിക്കാനായില്ല. കുറച്ചു സമയത്തിനകം അവൻ ചുമച്ചുകൊണ്ട് വീണ്ടും കരയിലേക്ക് വന്നു. അവന്റെ ശരീരത്ത് കറുത്ത ചേറ് വല്ലാതെ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇല്ല, ഒരുപാട് ആഴമായിട്ടുണ്ട്. വെള്ളം ഒരുപാട് അഴുത്തമായിട്ടുണ്ട്. കയ്യെ കാലിനെ അണക്കുന്നതും കഷ്ടമായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഗ്രാമം താകം കൊണ്ട് മറിച്ചു പോകുമോ? അത് കണ്ടിട്ട് എല്ലാരും വിഷമത്തോടെയും വളരെ വേദനയോടെയും ഇരുന്നു. മറ്റൊരു വശത്ത് മുനി. അവൾ ആഴത്തിലേക്ക് ചെല്ലും തോറും അവൾക്ക് ആ നീല കല്ല് കാണാൻ സാധിച്ചു. അത് വളരെ കഠിനമുള്ള ഒരു സാധനം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണോ പ്രശ്നം? ഈ മൂടി ആ കല്ലിന്റെ ശക്തിയെ തടുത്തു നിർത്തിയിരിക്കുകയാണ്. അത് അഴുക്കിനെ പിടിച്ചു വച്ചിരിക്കുന്നു. അവൾ ആ ഘനമുള്ള മൂടിയുടെ ഒരു വശം പിടിച്ചു. എന്നിട്ട് അവൾ നന്നായി ശ്രമിച്ചു. ആ മൂടി ചേറിന്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയായിരുന്നു. മുന്നി ശ്രമിച്ചു. അവളുടെ വാലിലുള്ള ശക്തി കാരണം ഒരു വലിയ ചുഴലി ഉണ്ടായി. ആ ചുഴലി വെള്ളത്തിന് മുകളിൽ നന്നായി കാണാൻ സാധിച്ചു. എന്താ ഇത്? ഈ കുളത്തില് ചുഴൽ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അവിടെ നോക്ക്, താഴെ നിന്ന് വെളിച്ചം വരുന്നുണ്ട്. വെള്ളത്തിന് താഴെ മുന്നി തന്റെ മുഴുവൻ ബലവും ചെലുത്തി ആ മൂടി അനക്കാനായി ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മൂടി പറന്ന് പുറത്തേക്ക് വന്നു. പിന്നെ ആ നീലക്കല്ല് നീല നിറത്തിൽ ജ്വലിക്കാൻ തുടങ്ങിയിരുന്നു. ആ കല്ലിൽ നിന്നും ശുദ്ധമായ ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ കറുത്ത ചേറ് ഉടനെ ചുറ്റി വന്ന് വെള്ളത്തിനെ ശുദ്ധമായ നീല നിറത്തിൽ മാറ്റി. മുന്നി നോക്കി. ചെറിയ ചെറിയ മീനുകൾ അവളുടെ കണ്ണിൽ കാണാൻ സാധിച്ചു. അവ വളരെ സന്തോഷത്തോടെ ആ കല്ലിനെ ചുറ്റി നീന്താൻ തുടങ്ങി. ആ നദിക്കരയിൽ നിന്ന് ശംഭു, പൃജു, പിന്നെ മുത്തച്ഛൻ ഇത് കണ്ട് ഞെട്ടി. എന്താ ഇത്? വെള്ളം തന്നെത്താനെ വൃത്തിയാകുന്നു എന്ന്. കുറച്ചു സമയത്തിനകം അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ശുദ്ധമായി തീർന്നു. 3 പേരും വളരെ സന്തോഷത്തോടെ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. എന്നിട്ട് നോക്കി, മീനൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു. കണ്ടു മുത്തശ്ശ, ഈ കുളത്തിന്റെ വെള്ളം ഒരുപാട് ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ട്. മത്സ്യങ്ങൾ പോലും തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അത്ഭുതമാണ്. ശരി, മുന്നി എവിടെ പോയി? അവളെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് അവർ മറ്റൊരു വശത്തേക്ക് നോക്കിയത്. മുന്നി അവിടെ ഇരിക്കുകയായിരുന്നു. അവൾ വളരെ ക്ഷീണിച്ചിരുന്നു. പക്ഷെ അവളുടെ മുഖത്ത് ഒരു അത്ഭുതമായ ചിരി ഉണ്ടായിരുന്നു. മീനിന്റെ വാൽ മാഞ്ഞു പോയിരുന്നു. പിന്നെ അവൾ വീണ്ടും മനുഷ്യന്റെ രൂപത്തിലെത്തി. മുന്നി, നീ നന്നായിട്ടുണ്ടല്ലേ മോളെ. ഇവിടെ നോക്ക്, ഈ കുളം ശുദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. അതേ മുത്തച്ഛ, ഞാനും കണ്ടു. ഇപ്പോൾ നമ്മുടെ ഗ്രാമം വീണ്ടും സന്തോഷമായിരിക്കും. വീണ്ടും ഗ്രാമം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ബിജു കുളത്തിലെ വെള്ളം കൊണ്ട് വിളവിച്ച ഫ്രഷായ പച്ചക്കറികൾ ഒരു കുട്ടയിലാക്കി കൊണ്ടുവന്നു. മുന്നി മരത്തിനടുത്ത് നിൽക്കുകയായിരുന്നു. അവൾക്കറിയാം ഇപ്പോൾ വെള്ളത്തിന്റെ രക്ഷകിയായി അവൾ മാറിയിരിക്കുന്നുവെന്ന്. മുത്തച്ഛൻ മുന്നിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാണ് അറിയില്ല മുന്നി. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കുളം ശുദ്ധമായതിന് കാരണം നീയാണെന്ന് തോന്നുന്നത്. മുത്തച്ഛ, നമ്മൾ സ്വാർത്ഥതയില്ലാതെ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ പ്രകൃതിയും നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ ഈ വെള്ളത്തെ സംരക്ഷിക്കണം. മുത്തച്ഛൻ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി.
വെള്ളം വളരെ വൃത്തിയുള്ളതായും കുടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയും മാറി. നമ്മുടെ ഈ കഥ ഇതോടെ അവസാനിച്ചു.